നമസ്തേ. ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ പ്രഭാഷണ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഭാഷണത്തിന് നമ്മളെടുത്തിട്ടുള്ളത് ക്ഷേത്ര ആരാധനാ രീതികളെ കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റി പറയുകയാണ്. പുരാതന കാലഘട്ടത്തിൽ, അതായത് ആശ്വഭാരതത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് വേദകാലഘട്ടം എന്ന് പറയുന്നത് BC 5000 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 5000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി നമുക്ക് ആശ്വഭാരതത്തിൽ, സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ ഉണ്ടായിരുന്നത് വൈദിക ആരാധന ക്രമമായിരുന്നു. രണ്ടാമത് ശേഷം നമുക്ക് വന്നത്, അതായത് AD 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് പൗരാണിക ആരാധനക്രമം, അതായത് ക്ഷേത്ര ആരാധനക്രമം ഉടലെടുക്കുന്നത്. പൗരാണിക ആരാധനാക്രമങ്ങളെ കുറിച്ച് ഏതാണ്ട് BC 6000 മുതൽക്ക് ആശ്വഭാരതത്തിൽ, സനാതന ധർമ്മത്തിൽ, അതായത് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വിചരിതമായ ഋഗ്വേദത്തിൽ തന്നെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. പക്ഷേ പൗരാണിക ആരാധനക്രമത്തെക്കുറിച്ച് നിലവിൽ വന്നത് ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതെന്ന് നമ്മൾക്ക് ആധികാരികമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഋഗ്വേദത്തിന്റെ തുടക്കമായ ശ്ലോകം, പ്രഥമ ശ്ലോകം എന്ന് പറയുന്നത് തന്നെ അഗ്നിമിലെ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതമം എന്നാണ്. വൈദിക ആരാധനാക്രമങ്ങളെ കുറിച്ച് തന്നെ പറയുമ്പോൾ തന്നെ അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട് തന്നെയാണ് ഋഗ്വേദം തന്നെ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വൈദിക ആരാധനാക്രമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, പുരാതന കാലത്ത് ക്ഷേത്രാരാധന ഉണ്ടായിരുന്നില്ല. അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ചെയ്യുന്ന ആരാധനാ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെയാണ് വൈദിക ആരാധന എന്ന് പറയുന്നത്. അതായത് ഹോമങ്ങൾ, ഗണപതി ഹോമം, അതുപോലെ തന്നെ യാഗങ്ങൾ, സോമയാഗം, പുത്രനാമേഷ്ടയാഗം, അങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഹോമങ്ങളും ഈ പുരാതന കാലത്ത് ക്ഷേത്രാരാധന ഉണ്ടായിരുന്നില്ല. അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ചെയ്യുന്ന ആരാധനാ രീതിയായിരുന്നു. അതാണ് വൈദിക ആരാധന എന്ന് പറയുന്നത്. ഗണപതി ഹോമങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പിന്നീട് വന്നതാണ് പൗരാണിക ആരാധനാക്രമം, അതായത് ക്ഷേത്ര ആരാധനാക്രമം എന്ന് പറയുന്നത്. വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് അർപ്പണം നടത്തി ആരാധിക്കുന്ന രീതിയാണത് ക്ഷേത്രാരാധന, അതായത് പൗരാണിക ആരാധന എന്നും പറയപ്പെടുന്നു. ക്ഷേത്രാരാധന എന്നാണ് പറയുന്നത്. ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്, ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇത് ഇന്ത്യയിൽ, അതായത് ആശ്വഭാരതത്തിൽ ഉടലെടുത്തത്. പൗരാണിക ആരാധനക്രമം ഉണ്ടാകുവാനുള്ള കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വൈദിക ആരാധനയ്ക്ക് വേദമന്ത്രങ്ങളിലൂടെ നല്ല അറിവുണ്ടാകണം. അതുപോലെ തന്നെ യാഗങ്ങൾ പലതും വളരെ ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതിന് കഠിന പ്രയത്നവും വളരെ കൃത്യനിഷ്ഠയും വേണം. വേദമന്ത്രങ്ങളിലുള്ള അറിവില്ലാത്തവരുള്ള കാര്യങ്ങളും അതിലേക്കുള്ള അറിവില്ലായ്മയും യാഗത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമുള്ളവരും സമയമില്ലാത്തവരും കൂടി വന്നുകൊണ്ടേയിരുന്നതിനാൽ എല്ലാവർക്കും എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും ഫലപ്രദമായ ഈശ്വരാരാധന നടത്തുവാൻ വേണ്ടി നമ്മുടെ ഋഷിവര്യന്മാർ ചിന്തിച്ചതിന്റെ ഫലമായിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രാരാധന. ഈ ക്ഷേത്രാരാധന ആത്മീയ ചിന്തകൾ ഉയർത്തുവാനായി പൗരാണിക ആരാധനാക്രമം അങ്ങനെ ഉടലെടുത്തു. ഈശ്വര ചൈതന്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആ ചൈതന്യത്തെ വിഗ്രഹത്തിൽ കാണുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ആരാധനാക്രമം നടത്തുന്നതിനായിട്ട് യൂണിവേഴ്സിൽ എല്ലായിടത്തും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളതാണ് സനാതന ധർമ്മം. നമ്മൾ ഈ യൂണിവേഴ്സിൽ മൊത്തം, അതായത് നമ്മുടെ ഈ ഗാലക്സിയിൽ മാത്രമല്ല, മിൽക്കി വേ ഗാലക്സിയിൽ മാത്രമല്ല, ആൻഡ്രോമീഡ ഗാലക്സിയിൽ മാത്രമല്ല, ഈ ഗാലക്സിയിൽ ഉൾപ്പെടുന്ന ചെറുകൂട്ടങ്ങളുള്ള ആ ഗാലക്സി കൂട്ടങ്ങളിൽ മാത്രമല്ല, ഈ നമുക്ക് വിസിബിൾ യൂണിവേഴ്സ് ആയിട്ടുള്ള എത്രയും പേരെ നമുക്ക് കാണാൻ കഴിയുമോ അത്രയും യൂണിവേഴ്സിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് സനാതന ധർമ്മത്തിന്റെ ആഖ്യാനം. അതുകൊണ്ട് തന്നെ ഈശ്വര ചൈതന്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആ ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് അതിനെ ഈശ്വരനായി സങ്കല്പിച്ച് ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് തന്നെയാണ് ആചാര്യമതം, നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ഷേത്രം നിർമ്മിക്കുന്നത് യാഗശാലയുടെ ആകൃതിയിലാണ്. യാഗശാലയിൽ ഉത്തരവേദിയിൽ ആണ് അഗ്നി കത്തിക്കാറുള്ളത്. ഉത്തരവേദിയുടെ ആകൃതി സമചതുരമല്ലെങ്കിൽ വൃത്തമാണ്. ആയതിനാൽ ശ്രീകോവിലിൽ അതേ ആകൃതിയിൽ നിർമ്മിക്കുന്നു. ഉത്തരവേദിയുടെ നടുക്കാണ് അഗ്നി കത്തിക്കാറുള്ളത്. അതുപോലെ തന്നെ ശ്രീകോവിൽ നടുവിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു.
ശ്രീകോവിലിനകത്തെ വിഗ്രഹം പ്രകാശോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം, രാസോർജ്ജം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആചാര്യമതം. നമ്മുടെ ആധുനികതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആൻഡ് കെമിക്കൽ എനർജി, ഇത്രയും ഊർജ്ജങ്ങളാണ് വിഗ്രഹത്തിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വമിക്കുന്നത് എന്നാണ്, പ്രാണപ്രതിഷ്ഠയിൽ നിന്നും വമിക്കുന്നത് എന്നാണ് ആചാര്യമതം. ഈശ്വരാരാധനയ്ക്ക് പുറമേ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്ന രീതിയിലാണ് ക്ഷേത്രം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആത്മീയതയും ശാസ്ത്രവും കൂടി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര ആരാധനാ രീതി എന്ന് തന്നെയാണ് പറയുന്നത്. ടെമ്പിൾ ഈസ് എ ക്വാണ്ടം ഹീലിംഗ് സെന്റർ എന്നാണ് പാശ്ചാത്യമതം. ഊർജ്ജം ഉപയോഗിച്ച് മനസ്സിനെയും ശരീരത്തെയും പരിചരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിസരം വളരെ ശാന്തമായിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂജാരിയോ തന്ത്രിയോ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിക്കുക എന്നാണ് അർത്ഥം. ക്ഷേത്ര ആരാധന മന്ത്രതന്ത്ര യന്ത്രവിധികളിലൂടെ നടക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്നത് മന്ത്രം, ശരീരത്തെ നിയന്ത്രിക്കുന്ന തന്ത്രം, മനസ്സിനെയും ശരീരത്തിനെയും ഫലപ്രദമായി ബാലൻസ് ചെയ്യുന്നത് ഏകോപിപ്പിക്കുന്ന യന്ത്രം എന്നും പറയപ്പെടുന്നു. ക്ഷേത്ര ആരാധനയ്ക്ക് വരുമ്പോൾ വേണ്ടത് പഞ്ചശുദ്ധിയാണ്. മനുഷ്യ ശരീരത്തിന് ക്ഷേത്ര ആരാധനയ്ക്ക് വരുമ്പോൾ വേണ്ടത് പഞ്ചശുദ്ധിയാണ്. ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം, കർമ്മം എന്നിവയാണ് പഞ്ചശുദ്ധികൾ. അങ്ങനെ പഞ്ചശുദ്ധിയോടുകൂടി വരുന്ന എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താൻ കഴിയുമെന്നാണ് സനാതന ധർമ്മത്തിന്റെ മാത്രം ഒരു പ്രത്യേകത. പഞ്ചശുദ്ധി ഉണ്ടായാലാണ് നമ്മുടെ ശരീരം ശാന്തമാകുക, എന്നാലേ ഊർജം ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുകയുള്ളൂ എന്നാണ് ആചാര്യമതം. ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വശങ്ങളിൽ വേണം നിൽക്കാൻ. കാരണം ശ്രീകോവിലിൽ നിന്നും ഊർജം പ്രവഹിക്കുന്നത് സർപ്പ ആകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള നമ്മൾ ശ്രീകോവിലിൽ തൊഴുതിനു ശേഷം നമുക്ക് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകോവിലിന്റെ വശങ്ങളിൽ മാറി നിന്ന് വേണം വിശ്രമിക്കാൻ പാടുള്ളൂ. അങ്ങനെ പഞ്ചശുദ്ധിയുള്ള ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ എളുപ്പത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. ദർശനത്തിലൂടെ കണ്ണ്, കീർത്തനത്തിലൂടെ ചെവി, ഗന്ധത്തിലൂടെ ശുദ്ധമായ വായുവിലൂടെ മൂക്ക്, പ്രസാദം കഴിക്കുന്നതിലൂടെ നാമ, ചന്ദന, ഭസ്മാദികളിലൂടെ ത്വക്ക് എല്ലാം ഉദ്ദീപിക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ. ദർശനത്തിലൂടെ കണ്ണ്, കീർത്തനത്തിലൂടെ ചെവി, ഗന്ധത്തിലൂടെ ശുദ്ധമായ വായുവിലൂടെ മൂക്ക്, പ്രസാദം കഴിക്കുന്നതിലൂടെ നാവ്, ചന്ദന ഭസ്മാദികളിലൂടെ ത്വക്ക് എല്ലാം ഉദ്ദീപിക്കപ്പെടുന്നു എന്നാണ് ശരീരത്തിൽ കണക്കാക്കപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ കുറഞ്ഞത് 20 സെക്കൻഡ് നേരമെങ്കിലും വേണം. 5 സെക്കൻഡ് കണ്ണ് തുറന്നിട്ടും പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ 20 സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കണം. 5 സെക്കൻഡ് കണ്ണ് തുറന്നിട്ടും പിന്നെയുള്ള നേരങ്ങൾ കണ്ണടച്ച് ആ കണ്ടുകൊണ്ട് വേണം ഈശ്വരനെ കാണുവാൻ, പ്രാർത്ഥിക്കാൻ. ക്ഷേത്ര ആരാധന 8 തരത്തിലുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആചാര്യമതം. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചന, സമർപ്പണം, സേവനം എന്നിവയാണവ. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പഞ്ചശുദ്ധി വേണമെന്ന് പറയുന്നത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരം ഊർജത്തെ ആവാഹിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. പ്രാണപ്രതിഷ്ഠ ചെയ്ത വിഗ്രഹമുള്ള ശ്രീകോവിലിനകത്തു നിന്നും ആണ് ഊർജം പ്രഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രീകോവിലും ശ്രീകോവിലിനകത്തുള്ള തന്ത്രി, പൂജാരിയും ആരാധിക്കാൻ വരുന്നവരെക്കാൾ ശുദ്ധി ഉണ്ടാവണം. അല്ലെങ്കിൽ ഫലപ്രദമായുള്ള ഈ ഊർജപ്രഭാവം നടക്കുകയില്ല എന്നാണ് ആചാര്യമതം. അതുകൊണ്ട് മാത്രമാണ് പൂജാരിയെ തൊടരുത് എന്ന് പറയുന്നത്. നമ്മൾ പൂജാവേളയിൽ പൂജാരിയെ തൊടുവാൻ, സ്പർശിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വായു ശുദ്ധമായിരിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ആൽമരവും ശരീരശുദ്ധം വരുത്താൻ വേണ്ടി കുളവുമുള്ളത്. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. തദം ബുദ്ധി സംയോഗം ലഭതേ പർവദേഹിതം യാഗതേ തദോ ഭുവ സംസിതാകുനന്ദന എന്നാണ് പ്രമാണം. കബഡി പ്രശ്നം, സമയപ്രശ്നം, ജാതകം, ശത്രുദോഷം, ആഭിചാരം, വിഘ്ന, ദുരിതങ്ങൾ, കാലതാമസം, വിവാഹപൊരുത്തം, സമയദോഷം, വിവാഹ മുഹൂർത്തങ്ങൾ, ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട നമ്പർ നമ്മൾ DP-യിൽ കൊടുത്തിട്ടുണ്ട്. ഏവർക്കും ഏത് സമയം വേണമെങ്കിലും നമ്മളെ വിളിക്കാം. നമ്മുടെ നമ്പർ 9555304953. എല്ലാവർക്കും നമ്മുടെ പ്രഭാഷണം കേട്ട എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം അർപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.